എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ വന്നുകൊണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിമ്മിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പഴം കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇത് ഞാൻ 2-3 റോബസ്റ്റ് വാങ്ങി ജിമ്മിലേക്ക് കയറുന്നതിൻ്റെ താഴെ വണ്ടി നിർത്തിയിട്ട് അവിടെ തന്നെ കഴിക്കുകയാണ്. എന്നാലും അതിൻ്റെ വേസ്റ്റ് നമ്മൾക്ക് ആ കവറിൽ തന്നെ ഇട്ട് വണ്ടിയിൽ അവിടെ തൂക്കിയിടാലോ എന്ന് കരുതി അവിടെ തന്നെ കഴിച്ചതാണ്. അത് കഴിച്ചിട്ട് മൂന്നാമത്തെ കഴിക്കുമ്പോൾ ഒരു പകുതി കഷ്ണം താഴോട്ട് വീണ് പോവുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിക്കാതെ ഇങ്ങനെ ഞാൻ പഴക കഴിച്ച് വെള്ളം എടുക്കാനൊന്നും മറന്നിട്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ ഡംബൽ അതിൻ്റെ പേര് ഈ ഫ്ലൈറ്റ് ചെയ്യുന്നതില്ലേ, അത് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെയാണല്ലോ ഇപ്പോൾ വീഡിയോയിൽ ആദ്യമായിട്ട് കാണണതൊക്കെ. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആരെങ്കിലും കാണുന്നവർ ഇത് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൽ കളിക്കുന്നതിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയൂ കേട്ടോ. പിന്നെ ഇതോടൊക്കെ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നാലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ആ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത്. ഇത് ഞാൻ ശരിക്കും ഉണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാമെന്ന് കരുതിയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടേണ്ടി വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ ഇടുന്നതാണ് കേട്ടോ. രാവിലെ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോഴും ഇല്ല. രാത്രി ചെറിയതായിട്ട് പെയ്തെന്നല്ലാതെ രാവിലെയൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും മഴ കാരണം പ്രയാസപ്പെട്ടവരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു സൂപ്പർ സെറ്റ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. ആ ഡംബിൾ തന്നെ ഇംഗ്ലൈൻ ഡംബിലും ഇതും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. ഇത് ഞാൻ പനിയൊക്കെ പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോയിൽ, ഒരു 4-5 ദിവസം ഞാൻ ലീവായിരുന്നു. പിന്നെ കയറിയിട്ട് ഫസ്റ്റ് കളിക്കുകയാണ് ചെസ്റ്റിന്. ആ റൗണ്ടിൽ ഫസ്റ്റിലെ കളിയാണ്. അതുകൊണ്ട് വലിയ വെയിറ്റ് ഒന്നും എടുത്ത് പൊങ്ങാൻ സാധ്യതയില്ല എന്ന് പറയാം. കുറച്ച് സ്പീഡ് കൂടിപ്പോയോ ഞാൻ കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് ഒരുമിച്ചുള്ളതാണ്, സൂപ്പർ സെറ്റ് ആക്കിയിട്ട് നമ്മളെ ഈ ഡാൻസ് കണ്ടപ്പോഴേ ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ തുള്ളും. നമ്മൾ ആദ്യത്തെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു വിപിന് സോങ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പ്രത്യേക സോങ്സ് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കും. നമ്മളും അത് കാണുമ്പോൾ അതിൻ്റെ കൂടെ വെറുതെ അങ്ങനെ താളം പിടിക്കും. അങ്ങനെ ശീലമായതാണ് ഇപ്പം അത്. ഇപ്പം ആരും കാണാത്ത സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ മെല്ലെ കളിക്കും. ഇങ്ങനെ ക്യാമറ വെച്ചിട്ടാണോ അറിയില്ല, ഈ കളിക്ക് എന്തോ മിസ്റ്റേക്കുള്ള പോലെ ഇങ്ങനെ തോന്നലേ.
ഫുൾ ട്രിപ്പൊന്നും എടുക്കാനാവുന്നില്ല. ഞാൻ പറ്റുന്നത്ര കളിച്ചിട്ട് ഏതൊക്കെയോ കളി ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്ന് വിചാരിച്ച പോലെ അങ്ങോട്ട് വെയിറ്റൊന്നും അങ്ങോട്ട് പൊങ്ങുന്നില്ലേന്നു, ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടേ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്, അങ്ങനെ പോസ് ചെയ്യാനും അറിയില്ല. ആ 2 കളി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഇതാണ് കളിച്ചതെന്ന് തോന്നുന്നുണ്ട്. സംഭവം എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ നൈറ്റിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നൈറ്റിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ ഇറങ്ങണം. ഒരു 9:30 കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിയാലേ കളി തീരുള്ളൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ വന്നാൽ അത് നടക്കില്ല. അങ്ങനെ ആകെ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ എന്തൊക്കെ. ഇവിടെ വന്നിട്ട് കളിക്കാൻ കഴിയില്ല. ഇവിടെ ഭയങ്കര വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഇവിടെ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു നൈറ്റിൽ. അപ്പോൾ പക്ഷേ കുറച്ച് സമയം കുറച്ച് കളികളൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി പിന്നെ നമ്മൾക്ക് ഈ ആപ്സിനും അങ്ങനെ കാര്യങ്ങളൊക്കെ കളിക്കണമെങ്കിൽ രാവിലെ വന്നാലേ നടക്കുള്ളൂ എന്ന് തോന്നിയിട്ട് ഞാൻ രാവിലേക്ക് മാറി. പക്ഷെ അവന് ആ നൈറ്റിൽ തന്നെ ഡ്രാപ്പായിട്ടുണ്ട്. അപ്പോൾ അവൻ നൈറ്റ് കളിക്കും, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് രാവിലെയും കളിക്കും. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഉണ്ടോ ഞങ്ങൾക്ക് ആ ഒരു സാധനം അങ്ങനെ. അയ്യോ, അങ്ങനെ താളം പിടിച്ച് കളിക്കും. മ്യൂസിക് ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു രസമാണ്. പിന്നെന്താണ് പറയാനുള്ളത്? ഇതിലിപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് വീഡിയോ കംപ്ലീറ്റ് ആക്കാം എന്ന് കരുതിയതാ. ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ രേണുസുതി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ഞാൻ ആ യൂണിവേഴ്സിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് കാണാത്തതാണോ? പക്ഷേ അലിൻ ജോസ് പെരേരയും ആറാട്ടനും അങ്ങനെയുള്ളവരെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ. ആറാട്ടനല്ല, അലിൻ ജോസിൻ്റെ കൂട്ടാളികളൊക്കെ ഉള്ള വീഡിയോസ് ഇപ്പോഴും കാണാറുണ്ട്. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ഈ വോയിസ് ഇടുമ്പോഴേ രാത്രി 12:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉറക്കം വന്നിട്ട് ഉറക്കത്തിലേക്ക് ആയിപ്പോയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാനൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി 12:30 എങ്ങനെയാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇത് 15 ഇട്ടിട്ട് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു 5-8 ആയിരിക്കും. പിന്നെ ഞാൻ റിസ്ക് എടുക്കാതെ അവിടെ കളിച്ചതാണെന്ന് പറയാം. അല്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് പൊതുവെ വലിയ വെയിറ്റൊന്നും എടുത്ത് കളിക്കാൻ കഴിയില്ല. ഞാനവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി. ഇത്രയും കാലമായിട്ടും ഞാൻ ആ 15 തന്നെ അടിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ടാണ് അടിക്കുക. പക്ഷെ അതുകൊണ്ട് പേഴ്സണലായിട്ട് പറയല്ല, നമ്മൾക്ക് കഴിയുന്ന പോലെ കളിച്ചാൽ മതി. ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ്
ഇടണമെന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടുണ്ട്. പക്ഷെ അത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം അതിങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് എടുക്കുക എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അത് റിസ്ക് അല്ലേ? ഇങ്ങനെ കാലക്രമേണ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വരും കാലങ്ങളിൽ ആലോചിക്കാം. ഞാനെന്തായാലും ഇതിങ്ങനെ എൻ്റെ ഒരു ഇപ്പം ജിമ്മിന് പോകുന്നില്ലേ, അതിങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുത്തതാണ്. അതേപോലെ ഈ വീഡിയോ എടുക്കുന്നതും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതിലിടണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. സമ്മതിക്കില്ല. അത് ബാഹ്യശക്തികൾ വല്ലാതെ നമ്മളെ അതിൽ നിന്നും പിന്മാറാൻ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലതും നമ്മളങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്തെന്ന് വെച്ചാൽ വഴുതന ആദ്യം പുഴുങ്ങിയിട്ട് വേവിച്ചിട്ട് കോഴിമുട്ടയും കൊത്തി ഒഴിച്ചതാണ്. ഇനി ഞാൻ കൂട്ടി നോക്കട്ടെ, എന്നിട്ട് രസമുണ്ടോ അല്ലേ എന്ന് പറയാം. ഞാൻ മറ്റേ ഇതില്ലേ ഓംലെറ്റും പിന്നെ മറ്റേ വഴുതന ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അത് അത് കഴിക്കാന്നല്ലാതെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിങ്ങനെ ഞാൻ ഉപ്പുമാവിന് കൂട്ടിയിട്ടായിരുന്നു കഴിച്ചത്. അപ്പൊ അങ്ങോട്ട് കോമ്പിനേഷൻ കൂടെ സെറ്റ് ആവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ചോറായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ ചോറ് കഴിക്കണ്ടെന്ന് എഴുതിയിട്ട് കുറച്ച് ഉപ്പുമാവ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് കഴിച്ചത്. അതുകൊണ്ടാണോ അറിയില്ല, എന്നാലും കുഴപ്പമില്ല. കഴിക്കുന്ന വീഡിയോ എടുക്കാൻ എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അത് തരക്കേടില്ല എന്ന് പറഞ്ഞതാ. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ അത്രയും ഉണ്ടാവുള്ളൂ. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ എന്താണെന്നറിയോ, ഇന്ന് ചെറിയൊരു പ്രശ്നം. ഞാന് ഈ മഴ ആയതുകൊണ്ട് ഒരു ഷെഡ് കൂടി വാങ്ങിയിട്ടേ, അത് വാങ്ങിയിട്ട് ആ മാച്ചോന്റെ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ കാണിച്ചത്. ഇന്ന് ഒരു ഷെഡിക്കഥയാണ്. ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഉള്ളത് ഉണങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുമ്പോ ഞാൻ ഒന്ന് വാങ്ങിയതായിരുന്നു. അപ്പൊ വാങ്ങി ഞാൻ അത് ഇടുകയും ചെയ്തു. ഇട്ടിട്ട് ഇന്ന് ഇവിടെ ഇപ്പൊ വന്നിട്ട് അത് അഴിക്കാൻ നേരത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. അപ്പൊ നോക്കിയപ്പോ ഓട്ടയാണ്, ഓട്ട. ഷെഡിക്കഥ പുതിയ സാധനം ഒന്നല്ല, ഒന്നുകൂടി ഉണ്ട്. ഓട്ട കൂടി, രണ്ടോട്ട. ഇത് ഞാനാണെങ്കിൽ ഇട്ട് പോവുകയും ചെയ്തു.
അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടു കൊടുക്കും. അതിനെന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ഞാൻ നോക്കും. നാളെ നാളെ ജിമ്മ് കഴിയുമ്പോഴേക്കേ അത് ഓപ്പൺ ആവുള്ളൂ. ഇന്നിപ്പോ നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ. ഇപ്പൊ 12 മണി ആവാനായിട്ടുണ്ടാവും. അപ്പോ നാളെ അത് ഓപ്പൺ ആകുമ്പോഴേക്ക് ഞാൻ ജിമ്മ് കഴിയും. അത് കഴിഞ്ഞിട്ട് അവിടെ കയറി ചോദിക്കണം ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ. സാധാരണ എല്ലാം ഓട്ടായിട്ടാണ് പുതിയത് പോയി വാങ്ങുക. ഇത് വാങ്ങിയപ്പോഴേ ഓട്ടയാണ്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇതിന് മുമ്പിട്ട വീഡിയോ ഞാൻ ചില സമ്മർദ്ദം കാരണം ഞാൻ അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വേറെ വീഡിയോ ഇട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് അപ്രതീക്ഷിതമായിട്ട് ഇടേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് ലെങ്ത് കുറവായി പോയത്. അടുത്ത വീഡിയോയിൽ ഉഷാറാക്കാൻ വിചാരിക്കും. അല്ല, മറ്റൊന്നെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.